ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെയായിരിക്കും കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയാൻ പറ്റുന്നത് ആസ് എൻ അഡൾട്ട് ലേണർ? ഒരു അഡൾട്ട് ലേണർ എന്നുള്ള രീതിയിൽ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? നമ്മൾ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിലും പറയാവുന്നതാണ്. എന്തൊക്കെയായിരിക്കാം? നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും, സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും, സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ നമ്മളെ തന്നെ ഗൈഡ് ചെയ്യാം, നമ്മളെ ഗൈഡ് ചെയ്യാം, നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കും. ഓക്കെ, കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ട് നമ്മൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അഡോളസന്റ് ലേണറിന്റെ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതിൽ നിന്നും അഡൽട്ട് ലേണേഴ്സിന്റെ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക? അതായത് അഡോളസന്റ് ലേണറിന്റെ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ അവർ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യും അല്ലെ? നമ്മുടെ കൾച്ചറൽ നോംസിനെ, സമൂഹത്തിൽ നടക്കുന്ന പല റൂൾസ് ആൻഡ് റെഗുലേഷൻസിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും. എന്നിട്ട് സമൂഹത്തിൽ ഒരു ചേഞ്ച് ഉടനെ വരണം എന്നുള്ളൊരു ത്വര അവർക്ക് ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, പക്ഷെ ഇവിടെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരിക്കുള്ളൂ ആ ഒരു തിങ്കിങ് എന്ന് പറയുന്നത്. അവർക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തിങ്കിങ് അല്ല ഉണ്ടായിരുന്നത്. അതായത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾക്ക് ആ ഒരു ചേഞ്ച് ഒന്നും സാധ്യമല്ല എന്നുള്ളൊരു തോട്ട് അവർക്ക് ഉണ്ടാവില്ല. അവര് ഭയങ്കര പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് വേണം, ഈ സമൂഹം നന്നാക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും. പക്ഷെ അഡൽട്ട് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ച് ടൈം എടുക്കുന്നതാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊന്നും നമ്മൾക്കത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു റിയലിസ്റ്റിക് മനോഭാവം അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ അഡോളസന്റ് ലേണറെ പറ്റി പറയുവാണെങ്കിൽ അവർ ഭയങ്കര ആംബിഷ്യസ് ആയിരിക്കും, അവർക്ക് ഭയങ്കര വലിയ വലിയ ആഗ്രഹങ്ങളും അംബിഷൻസും ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു കപ്പാസിറ്റി അവരിൽ കുറവായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അഡൽട്ട് ലേണേഴ്സിന്റെ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് അവരിപ്പോ ഒന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവരത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം, എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യും, ഞാൻ അതിനനുസരിച്ചിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോ എനിക്കിപ്പോ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും, അതിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങും എന്നുള്ളത് അഡൽട്ട് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം വരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓക്കെ ആണോ? അപ്പോ അഡൽട്ട് ലേണേഴ്സിന്റെ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയാണ്. നമ്മൾ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ്, സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞത് അവര് സെൽഫ് ഡയറക്റ്റഡ് ആണ്, സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള, അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പഠിക്കാൻ റെഡി ആവുള്ളൂ. അവർ ഭയങ്കര റിസൾട്ട് ഓറിയന്റഡ് ആണ്, ഒരു റിസൾട്ടിനെ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പേർപ്പസ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ ലേൺ ചെയ്യുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെങ്കിൽ ലേൺ ബൈ ഡൂയിങ് ആണ് അവരുടെ അക്കാഡമിക്കില് അവർ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞത് അവര് അഡോളസന്റ് ലേണേഴ്സിനെ പോലെ വെറുതെ ഇങ്ങനെ പഠിച്ച് വെറുതെ ഇങ്ങനെ നടക്കല്ല, അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതിന്റെ ഇടയിലൂടെയൊക്കെ ആയിരിക്കും അവർ ഈ ഒരു പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ അവര് റെസ്പെക്റ്റോടെ അവരെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഡിസയർ അവർക്ക് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് അഡോളസന്റ് ഏജിലുള്ള ആളുകളുടെ പോലെ ഭയങ്കര പൊട്ടിത്തെറികളോ ഇമ്പൾസിവിറ്റിയോ അല്ലെങ്കിൽ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ഇമോഷൻസിൽ ഒരു കൺട്രോൾ കിട്ടും. അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഏറെക്കുറെ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ് ഏത് സ്റ്റേജ് എന്ന് പറയുന്നത്? അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. അവർക്ക് തന്നെ അവരുടെ ഓരോ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഫിസിക്കൽ കണ്ടീഷനെ പറ്റി പറയുവാണെങ്കിൽ അഡോളസൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറയും ഫിസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ദെൻ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, സെൽഫ് ഡയറക്റ്റഡ് ആണ്, അതുപോലെ തന്നെ അവരുടെ ചിന്താഗതി കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആണെന്ന് പറഞ്ഞു. പിന്നെ അവർക്കൊരു ഡിസയർ ഉണ്ട്, ആംബിഷൻ ഉണ്ട്, അവർക്കൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഒരു പ്രവൃത്തി അവർ കാണിക്കും എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസന്റ് ലേണറും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൾട്ട് ലേണറും ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണോ?
ഓക്കെ, പേഴ്സണൽ ഫേബിൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പേഴ്സണൽ ഫേബിള് നമ്മൾ അഡോളസൻ ലേണേഴ്സിന്റെ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞ അവരുടെ ഒരു ബിലീഫാണ് കേട്ടോ. പേഴ്സണൽ ഫേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു കാര്യത്തിനും തങ്ങൾ ഭയങ്കര യുണീക്കാണ്, തങ്ങൾക്ക് ഭയങ്കര വ്യത്യസ്തതകളുണ്ട്, ഭയങ്കര പ്രത്യേകതയുണ്ട്, സ്പെഷ്യൽ ആണ് എന്നുള്ള ഒരു ബിലീഫ് അഡോളസന്റ് ആയിട്ടുള്ള ലേണേഴ്സിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് എന്താ പറയാ, എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യത്യാസമായിട്ടാണ് സംഭവിക്കുന്നത്, എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടും യുണീക്ക് ആയിട്ടാണ് സംഭവിക്കുന്നത്, നിങ്ങൾക്കൊന്നും അത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് എന്താ ഇതൊന്നും മനസ്സിലാവാത്തെ? നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചൂടെ? അച്ഛനും അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല, എന്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഫുള്ള് എന്റെ ഞാൻ എന്ന് പറയുന്ന, ഞാൻ ഭയങ്കര സ്പെഷ്യൽ ആണ്, എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, എന്നെ പോലെ വേറെ ആർക്കും ഇല്ല, എന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ എന്നുള്ള രീതിയിലുള്ള ഒരു ബിലീഫാണ് പേഴ്സണൽ ഫേബിൾ എന്ന് പറയുന്നത് കേട്ടോ. പേഴ്സണൽ ഫേബിൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണോ? അഡൽറ്റിന്റെ ഏജ് ഗ്രൂപ്പ് പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. അഡൽറ്റിന്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം അല്ലെ, ഒരു 20-22 വരെയൊക്കെയാണ് അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു 22-23 മുതൽ പിന്നെ അങ്ങോട്ടുള്ള നമ്മുടെ ഓൾഡ് ഏജ് വരെയുള്ള ഒരു 60 ഇയേഴ്സ് വരെയുള്ള ഒരു ഏജ് ആണ് അഡൽട്ട് ലേണറിന്റെ ആ ഒരു ഏജ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഓക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ അവസാനം നിങ്ങളുടെ ഡൗട്ട് ഉള്ള ഭാഗം ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അവസാനം പറയാം കേട്ടോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് മനസ്സിലായോ ഇല്ലയോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാം. Which among the following is least important for the academic success of students? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻ ആണ് ഒരു കുട്ടിക്ക് അക്കാഡമിക് സക്സസ് ഉണ്ടാവുന്നതിലേക്ക് ലീസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അക്കാഡമിക് സക്സസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഫാക്ടർ ഏതാണ് എന്നുള്ളതാണ്. ഈ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഇവിടുത്തെ കീ ടേം ആണ് കേട്ടോ. അതായത് അക്കാഡമിക് സക്സസിലേക്ക് ഒരു കുട്ടിക്ക് ലീഡ് ചെയ്യാത്ത കാര്യം, ലീഡ് ചെയ്യുന്നതിലോട്ട് എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത കാര്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ആൻസേഴ്സ് വരുന്നുണ്ട്. എല്ലാവരും ആൻസർ ചെയ്യട്ടോ. നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാ. ഓക്കെ, എല്ലാവരും ഒരേ ഒറ്റ സ്വരത്തിൽ ഓപ്ഷൻ സി മാർക്ക് ചെയ്തേക്കാണ്. ലീഗൽ കോമ്പിറ്റൻസ് ആണ് അല്ലെ. നമ്മൾക്കറിയാം ഒരു കുട്ടിക്ക് അക്കാഡമിക് സക്സസിലോട്ട് നയിക്കണം, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അക്കാഡമിക്കലി അച്ചീവ്മെന്റ് കാഴ്ചവെക്കണം എന്നുണ്ടെങ്കിൽ ലീഗൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടർ അല്ല. ബാക്കിയുള്ള കോമ്പിറ്റൻസ് ഒക്കെ വേണ്ട കാര്യങ്ങളാണ്. കോഗ്നിറ്റീവ് കോമ്പിറ്റൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, നല്ല രീതിയിൽ കുട്ടിയുടെ ബുദ്ധി ഇന്റലിജൻസ് പുറത്തോട്ട് എടുക്കുക എന്ന് പറയുന്നത്, നല്ല രീതിയിൽ ശരിയായ രീതിയിൽ ചിന്തിക്കുക എന്ന് പറയുന്നത് അത് അക്കാഡമിക് സക്സസിലോട്ട് ലീഡ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, കുട്ടിക്ക് വരുന്ന ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുക, കുട്ടിയുടെ ഇമോഷൻസ് ഒക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഒരു പരിധി വരെ അക്കാഡമിക് സക്സസിലോട്ട് ലീഡ് ചെയ്യുന്ന കാര്യമാണ്. കുട്ടി എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുട്ടിക്ക് അതിനെ മര്യാദക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പഠിക്കാൻ മര്യാദക്ക് പറ്റില്ല അല്ലെ, പ്രോപ്പർ ആയിട്ട് അക്കാഡമിക്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ഇമോഷണൽ കോമ്പിറ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇമോഷൻസിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ആ കുട്ടിക്ക് ഉണ്ടെന്ന് പറയുന്നത് അക്കാഡമിക് സക്സസിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ കോമ്പിറ്റൻസ്, കുട്ടിക്ക് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ടീച്ചേഴ്സുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിയേഴ്സുമായിട്ട് സ്വന്തം ക്ലാസ്സിൽ ബാക്കി കുട്ടികളുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലാസ്സിൽ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പെർഫോം ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
സോഷ്യൽ കോമ്പിറ്റൻസ് ആണ്, അതും അക്കാഡമിക് സക്സസിലോട്ട് ലീഡ് ചെയ്യും. ലീഗൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നിയമപരമായിട്ട് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളതാണ് അല്ലെ. അത് അക്കാഡമിക് സക്സസിലോട്ട് ലീഡ് ചെയ്യാത്തൊരു കാര്യമാണ്. ഇനിയിപ്പോ നമ്മൾ ലോ പോലത്തെ സബ്ജക്റ്റ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലീഗൽ കോമ്പിറ്റൻസ് ഒക്കെ എന്താ അക്കാഡമിക് സക്സസിലോട്ട് ലീഡ് ചെയ്യും എന്നുള്ളതല്ലാതെ ബാക്കിയുള്ള സബ്ജക്ട്സിനൊന്നും ഈ ലീഗൽ കോമ്പിറ്റൻസ് ഒരു വ്യക്തിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അക്കാഡമിക് സക്സസിലോട്ട് നയിക്കാത്ത കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്, ഡൗട്ട് ഒന്നും ഇല്ലെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണർ? താഴെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സും സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സും ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഉണ്ടാകാം. ഇതിൽ നിന്നും അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്താ എടുക്കുക എന്നുള്ളതാണ് ചോദ്യം. അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്? ഓക്കെ, ബി ആൻഡ് സി എന്ന് പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് കുട്ടികൾ ബി ആൻഡ് സി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ, ഏതെങ്കിലും ഒരൊറ്റ ആൻസർ മാത്രമേ പിക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. ഒരൊറ്റ ആൻസർ മാത്രം നമ്മൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സിനോട് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഓപ്ഷൻ നമ്മൾ പിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് പിക്ക് ചെയ്യും? ബി ആണോ സി ആണോ പിക്ക് ചെയ്യാം? ഓക്കെ, നമ്മൾക്ക് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ ബി ആണ് കേട്ടോ. പ്രയർ നോളജ് ആൻഡ് എഡ്യൂക്കേഷണൽ ലെവൽസ് ഓഫ് ലേണേഴ്സ് എന്നുള്ളതാണ്. അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം അല്ലെ, ഒരു കുട്ടിയുടെ നോളജ് ലെവൽ എവിടെയാണ്, ഒരു കുട്ടി ഏത് ലേണിംഗ് സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ ഒരു എന്താ പറയാ ലേണിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഒരു കുട്ടിക്ക് എത്രത്തോളം പ്രയർ നോളജ് ഉണ്ട്, അതിന് തന്നെയല്ലേ നോളജ് ലെവൽ എന്ന് പറയാ. അതായത് ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള പ്രീവിയസ് നോളജ് എത്രത്തോളം ഉണ്ട്, മുൻപരിചയം എത്രത്തോളം ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു ലേണറിന്റെ എഡ്യൂക്കേഷണൽ ലെവൽ എത്രയാണ്, എന്താണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളതൊക്കെ അതൊരു വ്യക്തിയുടെ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സിലാണ് ഉൾപ്പെടുന്നത്. ഇന്റലക്ച്വൽ സ്കില്ല് ഏതൊരു ഡൊമൈനിലാണ് വരുന്നത്? ഇന്റലക്ച്വൽ സ്കില്ല് അതായത് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള, നമ്മുടെ ചിന്താപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കോഗ്നിറ്റീവ് ഡൊമൈനിലാണ്. അക്കാഡമിക് ഡൊമൈനിലും വരുന്നുണ്ട്, നമ്മൾക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഡയറക്ട്ലി നമ്മൾക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്നത് കോഗ്നിറ്റീവ് ഡൊമൈനുമായിട്ടാണ് കേട്ടോ, ഇന്റലക്ച്വൽ സ്കില്ലിനെ. ഓക്കെ അല്ലേ? ആ ഒരു എന്താ ഡൗട്ട് വന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. From the following list of learner characteristics, identify those which will be helpful in ensuring effectiveness of teaching. Select your answer from the options. താഴെ കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ടീച്ചിങ്ങിനെ എഫക്റ്റീവ് ആക്കുന്ന, ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടുന്ന ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ കുട്ടികളുടെ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് താഴെ പറയുന്നവയിൽ ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് അത് ടീച്ചിങ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യൂട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. നിങ്ങൾ കുറെ പേര് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ചിലർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. തെറ്റുപറ്റിയവര് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ടീച്ചിങ്ങിനെ അടിപൊളിയാക്കുന്ന ലേണേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് നോക്കാം. എക്സ്റ്റെന്റ് ടു വിച്ച് ലേണർ ഒബേസ് ദ സ്കൂൾ റൂൾസ്, അതായത് പഠിക്കുന്ന ആൾ എത്രത്തോളം
എന്താ സ്കൂളിലെ റൂൾസ് ഒക്കെ ഒബേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് അങ്ങനെ എന്തുകൊണ്ട് അത് ടീച്ചിങ്ങിനെ എഫക്ട് ചെയ്യുന്നു നമ്മൾക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് ബന്ധം പറയാൻ പറ്റില്ല അല്ലെ. ഓക്കെ, നമുക്ക് അങ്ങനെ എന്താ കുട്ടി സ്കൂൾ റൂൾസ് ഒക്കെ അനുസരിക്കുന്നു എന്നുള്ളത് ആ ഒരു ടീച്ചറിന്റെ പഠിപ്പിക്കുന്ന ആ ഒരു എഫക്റ്റീവ്നെസ്, ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടുന്നു എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. ലേണേഴ്സ് ലെവൽ ഓഫ് മോട്ടിവേഷൻ, കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര മോട്ടിവേറ്റഡ് ആണ്, കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് ടീച്ചറിന്റെ ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടുന്ന കാര്യമാണ്. നമ്മൾക്ക് തന്നെ അറിയാം അല്ലെ, നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോയി ആ കുട്ടികളൊക്കെ ഭയങ്കര ഉറക്കം തൂങ്ങിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ തോന്നോ? തോന്നില്ല. പകരം ആ കുട്ടികളൊക്കെ ഭയങ്കര നല്ല ഉഷാറായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണ്, നമ്മളുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ തോന്നും അല്ലെ. നല്ല എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ തോന്നും. അപ്പോ ലേണേഴ്സിന്റെ ലെവൽ ഓഫ് മോട്ടിവേഷൻ ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടുന്ന ഒരു ഘടകമാണ്. ദെൻ ഫീലിംഗ്സ് ഓഫ് ലേണേഴ്സ് ടുവേർഡ്സ് ദ സോഷ്യൽ സിസ്റ്റം, ആ ഒരു സാമൂഹിക വ്യവസ്ഥിതിയോടുള്ള ലേണേഴ്സിന്റെ മനോഭാവം എന്താണ് എന്നുള്ളതൊന്നും ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ്സുമായിട്ട് യാതൊരു വിധ ബന്ധമില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ലേണേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കുട്ടിക്ക് എത്രത്തോളം സ്പോർട്സിനോടും ഗെയിംസിനോടും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതും ടീച്ചേഴ്സിന്റെ ക്ലാസ് എത്രത്തോളം അടിപൊളിയാകുന്നു എന്നുള്ളതിനുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റാത്ത കാര്യമാണ്. ദെൻ പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ദ ലേണർ, കുട്ടിക്ക് എത്രത്തോളം മുൻപരിചയം ഉണ്ട് ആ ഒരു ടോപ്പിക്കില്, കുട്ടിക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, കുട്ടിയുടെ ഒരു നോളജ് ലെവൽ എന്ന് പറയുന്നത് ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടുന്ന ഒരു കാര്യമാണ്. ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്ന് കുട്ടിയോട് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ, അല്ലെങ്കിൽ അറിയാവുന്ന കാര്യം ഒന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ കുട്ടിയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ, കുട്ടിയുടെ ഭാഗത്ത് നിന്നും കുട്ടിയുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരുവാണെങ്കിൽ അത് ക്ലാസ്സിനെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാനും കുറച്ചുകൂടെ ടീച്ചർക്ക് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും കുറച്ചും കൂടെ ലൈവ്ലി ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ദ ലേണർ എന്ന് പറയുന്നത്. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഓഫ് ലേണേഴ്സ്, കുട്ടികൾ പരസ്പരമുള്ള ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻസും ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ്സിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്, നല്ല രീതിയിലാക്കുന്നുണ്ട്. അതായത് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠനവുമായി ബന്ധപ്പെട്ടിട്ട് സംശയങ്ങൾ ചോദിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ അവർ തമ്മിൽ നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കാഴ്ചവെക്കുകയും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ്സിനെ കൂട്ടുന്ന കാര്യമാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ബിയും ഇയും എഫും ആണ് എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് അതിലേക്ക് നയിക്കുന്ന ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തെറ്റിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണാപ്പാഠം പഠിക്കേണ്ട ഒരു ടോപ്പിക്കും അല്ല, ഭയങ്കര എഫേർട്ട് ഇട്ടിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കും അല്ല. പക്ഷെ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. സോ ആരും തെറ്റിക്കരുത്. ഈ ഭാഗത്ത് നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഹൈലി റിലേറ്റഡ് ടു എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ്. വീണ്ടും ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ അതിന്റെ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കിയിട്ടുള്ളവരാണെങ്കിൽ ആർക്കും തന്നെ ഒട്ടും തെറ്റില്ലാതെ തന്നെ ഇതിന്റെ ആൻസർ പറയാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ അതിന്റെ ആൻസർ പറയുന്നുണ്ട് കേട്ടോ. ആരും റോങ് ആൻസർ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുവോ അത്രത്തോളം നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അതിനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോ നമ്മളുടെ സ്കോർ കൂട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത് ഇപ്പൊ മുതൽ നിങ്ങളുടെ എക്സാം എന്നാണോ അന്ന് വരെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ദ ലേണർ എന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് എത്രത്തോളം പ്രയർ എക്സ്പീരിയൻസ് ഉണ്ട്, പ്രയർ നോളജ് ഉണ്ട്, മുൻകാല പരിചയമുണ്ട് എന്നുള്ള ആ ഒരു ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ്സുമായിട്ട് ഹൈലി റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ഇനി പാരന്റ്സിന്റെയും ലേണറിന്റെയും
എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് എത്രത്തോളാണ്, അല്ലെങ്കിൽ ലേണേഴ്സിന്റെ കൂട്ടുകെട്ട് എങ്ങനെയാണ്, അതുപോലെ തന്നെ ലേണേഴ്സ് എത്ര ഫാമിലി മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ഫാമിലിയിൽ നിന്നാണോ വരുന്നത്, ഇതൊന്നും ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ്സുമായിട്ട് യാതൊരു വിധ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. പിയർ ഗ്രൂപ്പ്സ് ഓഫ് ദ ലേണർ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ചോദിക്കുന്നത് എന്താ, ഒരു ടീച്ചറിന്റെ ടീച്ചിങ്ങിനെ അടിപൊളിയാക്കാൻ സഹായിക്കുന്ന ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഒരു ലേണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രണ്ട്സ് ആരൊക്കെയാണ് എന്നുള്ളത് എങ്ങനെയാ ഒരു ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ്സുമായിട്ട് ബന്ധപ്പെടാം, അല്ലെ, എന്താ റിലേറ്റ് ചെയ്യാ. പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലേണറിന്റെ സെയിം ഗ്രൂപ്പിലുള്ള സെയിം ഏജിലുള്ള കൂട്ടുകെട്ടെന്ന് നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോ പഠിക്കുന്ന ആള് ആ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആരാണ്, അല്ലെങ്കിൽ കൂടെ എന്താ ഇടപഴകുന്നത് ആരാണ്, അവരാരായിക്കോട്ടെ, അത് ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ്സും തമ്മിൽ നമ്മൾക്ക് ഒരു ബന്ധം പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, വൈ നോട്ട് ഫോർ എന്ന് കൊടുക്കുന്നുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതായത് ഫാമിലി സൈസ് ഫ്രം വിച്ച് ദ ലേണർ കംസ്, അതായത് ആ ലേണർ ഏതൊരു ഫാമിലിയിൽ നിന്നാണോ വരുന്നത് ആ ഫാമിലിയിൽ എത്രത്തോളം അംഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഫാമിലി സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കുട്ടി എത്ര അംഗങ്ങളുള്ള ഫാമിലിയിൽ നിന്ന് വന്നോട്ടെ, അതും ആ ഒരു ടീച്ചിങ്ങും തമ്മിൽ എന്താ ബന്ധം, ബന്ധമൊന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ്സും തമ്മിൽ യാതൊരു വിധ ബന്ധവും നമ്മൾക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, from the list given below, identify the learner characteristics which would facilitate teaching learning system to become effective. Choose the correct code to indicate your answer. ഇവിടെയും കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ടീച്ചിങ് ലേണിംഗ് അടിപൊളിയായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ആൻസർ പറയാം കേട്ടോ. വളരെ ഈസിയാണ്. ലേണേഴ്സിന് എത്രത്തോളം പ്രയർ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് എന്താ ടീച്ചിങ് ലേണിങ്ങിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടോ, അല്ലെങ്കിൽ ലേണേഴ്സിന്റെ ഫാമിലി ലീനിയേജ് എത്രത്തോളം എന്താ ഫാമിലി ലീനിയേജ് ഉള്ള ലേണേഴ്സ് ആണ് നമ്മളുടെ ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്നുള്ളത് ടീച്ചിങ് ലേണിങ്ങിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടോ, ലേണേഴ്സിന് എത്രത്തോളം ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വിഷയം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിരുചി ഉണ്ട് എന്നുള്ളത് ആ ഒരു ടീച്ചിങ് ലേണിംഗ് സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടുവോ, ലേണേഴ്സിന്റെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്, ലേണർ ഏത് ഒരു ഏജ് ലെവലിലുള്ളതാണ് അല്ലെങ്കിൽ ഏതൊരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റൽ ലെവലിലുള്ളതാണ് എന്നുള്ളത് ആ ഒരു ടീച്ചിങ് ലേണിംഗ് സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടോ, അതുപോലെ തന്നെ ലേണേഴ്സിന്റെ ഫുഡ് ഹാബിറ്റ്, ഹോബീസ്, ഏത് റിലീജിയനിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ലേണർ, ഇതൊക്കെ ടീച്ചിങ് ലേണിംഗുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് കേട്ടോ. കുറെ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആൻസേഴ്സ് ആണ് നിങ്ങൾ തന്നിരിക്കുന്നത്. ഓപ്ഷൻ 4 ആണ് കേട്ടോ. നമ്മൾക്ക് തന്നെ അറിയാം പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ദ ലേണർ എന്തായാലും ടീച്ചിങ് ലേണിങ്ങിനെ എഫക്റ്റീവ് ആക്കുന്ന ഒരു ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ കുട്ടിക്ക് എത്രത്തോളം പഠിക്കുന്ന വിഷയത്തിൽ ഒരു അഭിരുചി ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു ടീച്ചിങ് ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലേ പഠിച്ചത്. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഒരു മെയിൻ തീം എന്തായിരുന്നു, അതായത് ഏതൊരു ഏജിലാണോ, ഏതൊരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റൽ, ഏതൊരു ഡെവലപ്മെന്റൽ സ്റ്റേജിലാണോ ഒരു ലേണർ ഉള്ളത്, അഡോളസന്റ് ഏജിലാണോ, അഡൾട്ട് ഏജിലാണോ, ഏതൊരു സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഏതൊരു ഏജിലാണ് ആ ലേണർ ഉള്ളത്, അതിനനുസരിച്ചിട്ട് ആ ലേണറിന്റെ പെരുമാറ്റ രീതി, ആ ലേണറിന്റെ പെർസ്പെക്റ്റീവ്, ആ ലേണർ ഹോൾഡ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്, ഇതിലൊക്കെ വ്യത്യാസം സംഭവിക്കുന്നു എന്നുള്ളതാണ്. സോ ലേണറിന്റെ ആ ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്, ആ ഒരു ഏജ് എന്ന് പറയുന്നതും ടീച്ചിങ് ലേണിംഗ് സിസ്റ്റത്തിനെ എഫക്റ്റീവ് ആക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ലേണർ ഏത് രീതിയിലുള്ള ഫാമിലിയിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്, ഏത് ഫുഡ് കഴിക്കുന്നു, ഹോബീസ്, ഏത് റിലീജിയനിൽ വരുന്നു എന്നുള്ളതൊന്നും ആ ഒരു ടീച്ചിങ് ലേണിംഗുമായിട്ട് ഡയറക്ട്ലി ബന്ധമില്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതെ, എലിമിനേഷൻ സ്ട്രാറ്റജി ആണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എലിമിനേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. എലിമിനേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾക്ക് ഇതില് ഏതാണോ ആപ്റ്റ് അല്ല എന്ന് തോന്നുന്നത് അതൊക്കെ നമ്മൾ ഒഴിവാക്കി കളയാം. അതായത് ഇപ്പൊ ഫുഡ് ഹാബിറ്റ്സും ഹോബീസും നമ്മൾക്കറിയാം ടീച്ചിങ് ലേണിംഗുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ല, നമ്മൾ ഒഴിവാക്കി കളയാം. റിലീജിയസ് അഫിലിയേഷൻ, ഏതൊരു റിലീജിയൻ നിന്ന് വരുന്ന കുട്ടിയാണെങ്കിലും എന്താ ആ ഒരു ടീച്ചിങ് ലേണിംഗുമായിട്ട് അവിടെ ഒരു ബന്ധമില്ല. ഇനി ഏതൊരു ഫാമിലി എങ്ങനെ ആയിക്കോട്ടെ, ഫാമിലി സൈസ് എന്തായിക്കോട്ടെ, അതൊന്നും പഠനവുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത കാര്യമാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബാക്കിയുള്ള 3 ഓപ്ഷൻസ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ എലിമിനേഷൻ സ്ട്രാറ്റജിയിലൂടെ കറക്റ്റ് ആൻസറിലോട്ട് എത്തുന്നത്. ഇപ്പൊ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ, നല്ലൊരു മെത്തേഡാണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു PYQ ആണ് കേട്ടോ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. വളരെ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള നെറ്റ് എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസന്റ് ലേണർ? താഴെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നും അഡോളസന്റ് ലേണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ നോട്ട് വിട്ടുപോകരുതേ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസറും കംപ്ലീറ്റ്ലി മാറിപ്പോകും. ഇപ്പൊ അഡോളസന്റ് ലേണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്ത കാര്യങ്ങൾ സെലക്ട് ചെയ്തോളൂ. അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ ഭയങ്കര ഈക്വൽ ആയിരിക്കും, ഭയങ്കര ഒരേപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് അഡോളസന്റ് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ അല്ലയോ? അവർക്ക് ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള സെൽഫ് കോൺസെപ്റ്റ് ആയിരിക്കും. സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരാൾക്ക് അയാളെ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, അയാളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ്, അതിനെയാണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അയാളെ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെയാണ്. ഈ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അഡോളസന്റ് ലേണേഴ്സിന് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്. ഇനി അവർ മൂഡ് സ്വിങ്സും ഇമോഷണൽ പ്രോബ്ലംസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത്. നാലാമത്തെ കാര്യം പറയുന്നത് ദേ ഹാവ് ഹൈ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻ ഫോർ ദെയർ ഫ്യൂച്ചർ. അവർക്ക് ഭയങ്കര ഡിസയർ ആയിരിക്കും, ഇന്നതായി തീരണം, ഭയങ്കര ആഗ്രഹങ്ങളായിരിക്കും, അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് ഇന്നൊരു ലെവലിലേക്ക് എത്തണം എന്ന് പറയുന്ന ഹൈ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ് അവർക്ക് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ദേ ഹാവ് ഇൻക്രീസ്ഡ് പിയർ ഗ്രൂപ്പ് പ്രഷർ. അവരുടെ സെയിം ഏജിലുള്ള അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവർ ആരുടെ കൂടെയാണോ, ഏതൊരു കുട്ടികളുടെ കൂടെയാണോ, അവരുടെ ആ പിയർ ഗ്രൂപ്പ്സിൽ നിന്നും ഭയങ്കര പ്രഷർ ആയിരിക്കും അവർക്ക് എന്നുള്ളതാണ്. അപ്പോ ഇതിൽ നിന്നും അഡോളസന്റ് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, അഡോളസന്റ് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോ ശ്രദ്ധിച്ച് മാത്രം സെലക്ട് ചെയ്യാട്ടോ. ഓക്കെ, കറക്റ്റ് ആൻസേഴ്സ് വരുന്നുണ്ട്. നമ്മൾക്ക് നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. അതായത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ആണ് അഡോളസന്റ് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാതെ വരുന്നത്. ബാക്കിയൊക്കെ അഡോളസന്റ് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവർക്ക് മൂഡ് സ്വിങ്സും ഇമോഷണൽ ടേമോയിലും വരുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ അവർക്ക് നമ്മൾ പറഞ്ഞു ഭയങ്കര ഡിസയർ ആയിരിക്കും, ഭയങ്കര ആഗ്രഹമായിരിക്കും, ഭയങ്കര അംബീഷൻ ആയിരിക്കും, ഇന്നതാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഭയങ്കര എന്താ പറയാ ആസ്പിറേഷൻസ് ഒക്കെ ആയിരിക്കും. സോ അതും അഡോളസന്റ് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുകൊണ്ട് അതും നമ്മൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ അവർക്കിടയിലുള്ള പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മളൊരു പിയർ ഗ്രൂപ്പിൽ ചെന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോ അവര് സ്മോക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നീ ഒന്ന് സ്മോക്ക് ചെയ്ത് നോക്ക്, അപ്പൊ നിനക്ക് ഇഷ്ടാവും, നീ ഇഷ്ടമായെങ്കിൽ മാത്രം നീ ചെയ്താൽ മതി, നീ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു കോഴ്സിന് +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ബികോം എടുക്കാൻ പോവാ, നീയും വായോ ബികോം എടുക്കാൻ, നല്ലതാ, നീ വായോ. ചിലപ്പോ ആ കുട്ടിക്ക് സയൻസ് ഗ്രൂപ്പ് ആയിരിക്കും താല്പര്യം, അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും താല്പര്യം. പക്ഷെ ഈ ഒരു ഫ്രണ്ട് എന്ത് ചെയ്യും, പിടിച്ചു വലിച്ച് പ്രഷറൈസ് ചെയ്തിട്ട് ആ കുട്ടിയെ ആ ഒരു ഗ്രൂപ്പിലോട്ട് കൊണ്ടുപോവാ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു പിയർ ഗ്രൂപ്പ് പ്രഷർ ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ആണ് അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത്. സോ ഇതും അഡോളസന്റ് ഏജിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അഡോളസന്റ് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്നാണ്. ഇവിടെ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു യൂണിഫോമിറ്റിയിലായിരിക്കും എന്നാണ് പറയുന്നത്. യൂണിഫോമിറ്റി ആവണം എന്നൊന്നുമില്ല അല്ലെ, പലർക്കും പല രീതിയിലുള്ള ഫിസിക്കൽ ഡെവലപ്മെന്റ്, പല രീതിയിലുള്ള ശാരീരിക വളർച്ചയായിരിക്കും അഡോളസന്റ് ഏജിൽ ഉണ്ടാവാം. ഓക്കെ,
പിന്നെ അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള സെൽഫ് കോൺസെപ്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അല്ലെ, എല്ലാവർക്കും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരേ രീതിയിലുള്ള സെൽഫ് കോൺസെപ്റ്റ് ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക. വ്യത്യസ്ത രീതിയിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഒക്കെ ഓരോരുത്തരിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ അതിന്റെ ആൻസർ എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ കൂടുതലാണോ മാം എന്ന് ചോദിക്കുന്നുണ്ട്. അതെ കേട്ടോ, അതായത് നമ്മൾക്ക് ഇന്നതാവണം, നമുക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ഫിലിം സ്റ്റാർ ആവണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സയന്റിസ്റ്റ് ആവണം എന്നുള്ളതൊക്കെ ഭയങ്കര ഹോപ്സും ഡിസയേഴ്സ് ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അവരുടെ ഈ ഒരു ആഗ്രഹത്തെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റിയോ അതിനു വേണ്ടിയിട്ട് വർക്ക് ഇടാനുള്ള ഒരു കപ്പാസിറ്റിയോ അവർക്ക് അത്രത്തോളം ഇല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു പോയിന്റ് കിട്ടിയില്ലേ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഈ രണ്ട് കാര്യങ്ങളും അഡൽട്സിന്റെ കാര്യത്തിൽ ശരിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഡൽറ്റിന്റെ കാര്യത്തിലും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും നമ്മൾ മനുഷ്യന്മാരാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റും നമ്മുടെ സെൽഫ് കോൺസെപ്റ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും യൂണിഫോം ആവില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ചാറ്റ് ബോക്സിൽ ഡൗട്ട് വന്നു, അപ്പൊ അതിന് റെസ്പോണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഓക്കെ അല്ലേ? ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും എന്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ കോൺഫിഡന്റ് ആണ് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടോ? ഈസി അല്ലേ ഈ ഒരു ടോപ്പിക്? യെസ്, ഓക്കെ, അത് മതി കേട്ടോ. ഇനി അടുത്തൊരു ടോപ്പിക്കാണ്, അതായത് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് പോലെയുള്ള അതേ രീതിയിലുള്ള ഒരു ടോപ്പിക്കാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾക്ക് കുറച്ച് ഇപ്പൊ എടുക്കാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം എന്താണ്. ഓക്കെ, അതായത് നമ്മൾക്കിടയിലൊക്കെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും, പലതരത്തിലുള്ള യുണീക്നെസ് ഉണ്ടാകും. ഇതിനെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയാം. ഇപ്പോ നിങ്ങൾ ഒരു ടീച്ചറാണ്, നിങ്ങൾക്ക് മുൻപിൽ ഒരു 30 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 30 സ്റ്റുഡൻസിനും 30 ക്യാരക്ടേഴ്സ് ആയിരിക്കും അല്ലെ? ഈ 30 സ്റ്റുഡൻസും 30 രീതിയിലുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും. ഈ 30 സ്റ്റുഡൻസിനും 30 രീതിയിലുള്ള പാരന്റിങ് സ്റ്റൈല് കിട്ടി വളർന്ന കുട്ടികളായിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ പാരന്റ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള പാരന്റ്സ് ആയിരിക്കും. ഇവരുടെ പേഴ്സണാലിറ്റി എടുത്താലും, ഇവരുടെ ഇന്റലിജൻസ് എടുത്താലും, ഇവരുടെ ആറ്റിറ്റ്യൂഡ്സ് എടുത്താലും, ഇവരുടെ വാല്യൂസ് എടുത്താലും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അതിനെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പോ ആസ് എ ടീച്ചർ നമ്മളുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെല്ലാവരും എന്തൊക്കെ കാര്യങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഇരിക്കണം. അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഓരോ കുട്ടിയുടെയും നീഡ് എന്താണ്, ഓരോ കുട്ടിയുടെയും ആവശ്യകതകൾ എന്താണ്, ഓരോ കുട്ടിയും ഏതൊരു രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താണോ ആ കുട്ടിക്ക് പ്രത്യേകമായിട്ട് വേണ്ടത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു നീഡിനെ നമ്മൾക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോ ഓരോ കുട്ടിയുടെയും നീഡിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ടീച്ചിങ് ലേണിംഗ് സിസ്റ്റത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു സംഗതി നമുക്ക് ഫുൾഫിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുട്ടികള് ഏതൊക്കെ കാര്യത്തിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കാണിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ പറ്റിയിട്ട് നമ്മൾക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം എന്നുള്ളത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഞാനിപ്പോ ഒരു കാര്യം പറയുവാണെങ്കിൽ, നമ്മളുടെ ക്ലാസ്സിൽ ഇപ്പൊ കുറെ കുട്ടികളുണ്ട്. ഒരു കാര്യം ഞാൻ പറയുവാണെങ്കിൽ നിങ്ങളില് കുറച്ചു പേർക്ക് അത് ഞാൻ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് കത്തും, പെട്ടെന്ന് മനസ്സിലാകും, പെട്ടെന്ന് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് എത്തും. കുറച്ചു പേർക്ക് ഞാൻ 2 പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ. ചില ആളുകൾക്ക് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് എത്തുള്ളൂ. ചില ആളുകൾക്ക് എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല, അത് തന്നെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് എത്തുള്ളൂ. അങ്ങനെ പല രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ലെവലുള്ള കുട്ടികൾ നമ്മൾക്ക് മുൻപിൽ ഉണ്ടാകും. അപ്പൊ ഓരോ കുട്ടിയുടെയും അണ്ടർസ്റ്റാൻഡിങ് ലെവല് അതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ കുട്ടിയുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുക. ഏതൊരു ലെവലിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് ആ കുട്ടി ഓക്കെ ആവുക, അല്ലെങ്കിൽ ആ കുട്ടിയുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ട് വേണം ആസ് എ ടീച്ചർ നമ്മളുടെ ആ ഒരു ടീച്ചിങ് ലേണിംഗ് സിസ്റ്റത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് കേട്ടോ. ഇനി
നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഏതൊക്കെ ഏരിയാസിൽ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിൽ കുട്ടികൾ തമ്മിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കാണിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഓരോ കുട്ടിയുടെയും പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഓരോ കുട്ടിയും എങ്ങനെയായിരിക്കണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് പരിചയപ്പെടണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്ന വ്യക്തി ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നു, അല്ലെങ്കിൽ എന്റെ ഒരു പേഴ്സണാലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത് രണ്ട് ഘടകങ്ങളാണ്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഹെറിഡിറ്റി, രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് എൻവയോൺമെന്റ്. ഇത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ എങ്ങനെയായിരിക്കണം, ഞാൻ എങ്ങനെ വളരണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ബാക്കിയുള്ളവരോട് പെരുമാറണം, ഞാൻ എന്താ ആരായിത്തീരണം എന്നുള്ളതൊക്കെ നിർണ്ണയിക്കുന്ന രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പേഴ്സണാലിറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഈ ഒരു ഇൻഫ്ലുവൻസസ് പറയുന്നത്, എല്ലാ കാര്യത്തിലും നമ്മൾ ഈ ഒരു ഇൻഫ്ലുവൻസ് പറയും. നമ്മുടെ ഇന്റലിജൻസ് എടുത്താലും, നമ്മളുടെ ഒരു ടാലൻസ് സ്കിൽസ് ഒക്കെ എടുത്താലും, അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു കാര്യം എടുത്താലും, നമ്മൾ എന്ത് ആറ്റിറ്റ്യൂഡ് ഹോൾഡ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിലും, ഈ രണ്ട് ഘടകങ്ങൾ ഹെറിഡിറ്റി ആയാലും എൻവയോൺമെന്റ് ആയാലും ആ ഒരു ഇൻഡിവിജ്വലിനെ വളരെയധികം സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് ഹെറിഡിറ്റി, എന്താണ് എൻവയോൺമെന്റ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹെറിഡിറ്റി ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോ എന്താണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്? എന്താണ് ഹെറിഡിറ്റി പറയാൻ പറ്റുമോ? ഹെറിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതെ അല്ലെ, നമുക്ക് ജീൻസ് വഴി കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതായത് നമ്മളുടെ അച്ഛനമ്മമാരിൽ നിന്നും ബയോളജിക്കൽ ആയിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടിയ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും അല്ലെ. ഓക്കെ, അങ്ങനെ ബയോളജിക്കലി പാരമ്പര്യമായിട്ട് ജീൻ വഴി നമ്മളുടെ പാരന്റ്സിൽ നിന്നും കിട്ടിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി എൻവയോൺമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാട്, നമ്മൾ ജീവിക്കുന്ന ആ ഒരു എൻവയോൺമെന്റ്, നമ്മൾ ജീവിക്കുന്ന വളർന്നു വരുന്ന ആ സാഹചര്യങ്ങള്, അച്ഛനും അമ്മയും നമ്മൾക്ക് നൽകിയിട്ടുള്ള വാല്യൂസ്, നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള വാല്യൂസ്, അല്ലെങ്കിൽ നമ്മൾ അവരെ കണ്ട് ചെയ്തു പഠിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ആണ്. ഓക്കെ, അപ്പൊ ഹെറിഡിറ്ററി ഇൻഫ്ലുവൻസസും എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസും നമ്മൾ ആരാവണം, നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എന്ത് ഇന്റലിജൻസ് നമ്മളിൽ, ഏത് രീതിയിലുള്ള ഇന്റലിജന്റ് പീപ്പിൾ ആവണം, നമ്മൾ എന്തൊരു പേഴ്സണാലിറ്റി ഉള്ള ആളാവണം എന്നുള്ളതിനെ ബാധിക്കുന്ന കാര്യമാണ് കേട്ടോ. ഹെറിഡിറ്ററി മാത്രമാണ് ഒരാളുടെ ഒരു ക്വാളിറ്റി നിർണ്ണയിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എൻവയോൺമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് ഒരാളുടെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്നതെന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ല. രണ്ടിന്റെയും ഇൻഫ്ലുവൻസ് നമ്മളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ വരും എന്നുള്ളതാണ്. ഞാനൊരു പെർട്ടിക്കുലർ വേയിൽ ബിഹേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഞാനൊരു പെർട്ടിക്കുലർ രീതിയിൽ പെരുമാറുന്നു എന്നുണ്ടെങ്കിൽ, എന്റെ സ്വഭാവം ഇങ്ങനെ ആയി തീർന്നു എന്നുണ്ടെങ്കിൽ, ഹെറിഡിറ്റിക്കും അതിൽ പങ്കുണ്ട്, എൻവയോൺമെന്റിനും അതിന് പങ്കുണ്ട്, ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിനും അതിന് പങ്കുണ്ട്, എന്റെ പാരന്റ്സ് എങ്ങനെയായിരുന്നു അവരിൽ നിന്നും എനിക്ക് കിട്ടിയ ജീൻസിനും അതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ആസ്പെക്റ്റിലായിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക് കവർ ചെയ്യുന്നത്. അതായത് ഹെറിഡിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കാണും, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കാണിക്കും, ഈ രീതിയിലാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ പറ്റിയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നമ്മളുടെ ഒരു ഇന്റലിജൻസ് ഏരിയയിലാണ് എങ്ങനെയായിരിക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കാണപ്പെടാന്നുള്ളതാണ് കേട്ടോ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കൂട്ടം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഇന്ന് പറയാൻ പോകുന്നത് ഹെറിഡിറ്റി ബേസ് ആയി ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഹെറിഡിറ്റി കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എൻവയോൺമെന്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒരാളുടെ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അയാളുടെ, ഇപ്പൊ ഞാൻ എത്രത്തോളം ഇന്റലിജന്റ് ആണ് എന്നുള്ളത് എന്റെ പാരന്റ്സ് എത്രത്തോളം ഇന്റലിജന്റ് ആണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഏതൊരു എൻവയോൺമെന്റിലാണോ വളർന്നത്, അല്ലെങ്കിൽ ഏത് സ്കൂളിലാണ് പഠിച്ചത്, എന്തൊക്കെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് കിട്ടിയിട്ടാണ് ഞാൻ വളർന്നത്, ആ ഒരു കാര്യവും എന്റെ ഇന്റലിജൻസിനെ സ്വാധീനിക്കുന്നുണ്ട്. ഹെറിഡിറ്റിയും എൻവയോൺമെന്റും എന്റെ ഇന്റലിജൻസിനെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ റിസർച്ചും ഇന്റലിജൻസിന് ഒരു ഹെറിഡിറ്റി ബേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ എത്രത്തോളം ഇന്റലിജന്റ് ആണ് എന്നുള്ളത് നമ്മൾക്ക് ജീൻ വഴി കിട്ടുന്ന ആ ഒരു ഫാക്ടറാണ് കൂടുതൽ നിൽക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സിന്റെ അണ്ടറിലാണ് നമ്മൾ ഇന്റലിജൻസിനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ,
അപ്പൊ ഇന്റലിജൻസിന്റെ കാര്യം നമ്മൾക്ക് ആദ്യം പറയാം. നമ്മൾക്കറിയാം, നമ്മൾക്ക് മുൻപിലുള്ള കുട്ടികൾ, ഇപ്പൊ ഒരു 30 കുട്ടികൾ ഉണ്ടെങ്കിൽ 30 കുട്ടികളും പല രീതിയിലുള്ള ഇന്റലക്ച്വൽ എബിലിറ്റീസ് ഉള്ള കുട്ടികളായിരിക്കും അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില കുട്ടികൾക്ക് ഒരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് തന്നെ കത്തും. ചില കുട്ടികൾക്ക് കാര്യങ്ങൾ 2-3 തവണ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. ചില കുട്ടികൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, കിട്ടണമെന്നുണ്ടെങ്കിൽ എഴുതി പഠിക്കേണ്ടതായിട്ട് വരും. ചില കുട്ടികൾക്ക് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുത്തിട്ട് പഠിക്കുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. പല രീതിയിലുള്ള ഇന്റലക്ച്വൽ എബിലിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടാകും. അപ്പോ ഓരോ കുട്ടിയുടെയും നമ്മളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് അവരെ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു നല്ല രീതിയിലൊരു ടീച്ചിങ് ലേണിംഗ് സിസ്റ്റം നടക്കുള്ളൂ എന്നുള്ളത് ആസ് എ ടീച്ചർ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നമ്മൾ ഏറ്റവും ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ലെവലിൽ മാത്രം ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. ഏറ്റവും താഴെ ഇന്റലിജൻസ് ഉള്ള ആ ഒരു കുട്ടിക്കും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ആ കുട്ടിയുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലും പഠിക്കാനുള്ള ആ ഒരു ടോപ്പിക്, ആ കുട്ടിക്ക് ഏതൊരു രീതിയിലാണോ ആ ഒരു ടോപ്പിക് കിട്ടുക, ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോ നമ്മളുടെ ക്ലാസ്സിൽ ഒരു 30 കുട്ടികളുണ്ടെങ്കിൽ 30 കുട്ടികളുടെയും ഇന്റലിജൻസ് ആ ഒരു ലെവല് വ്യത്യാസമായിരിക്കും. ഏറ്റവും താഴെ ഇന്റലിജൻസ് ഉള്ള കുട്ടിക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് ആസ് എ ടീച്ചർ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. എല്ലാ സ്റ്റുഡൻസിന്റെയും നീഡ്സിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനിയിപ്പോ ജനറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് മാത്രമാണോ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഇപ്പോ നല്ല ഐക്യു ഉള്ള അച്ഛനും അമ്മയ്ക്കും ജനിച്ച നല്ല ഐക്യു ഉള്ള ഒരു കുട്ടി, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിയെ വിടുന്ന സ്കൂൾ എന്ന് പറയുന്നത് യാതൊരുവിധ സൗകര്യം ഇല്ലാത്ത സ്കൂളാണ്. നല്ലൊരു ലൈബ്രറി ഇല്ല, ആ കുട്ടിയുടെ പഠനത്തിന് ആവശ്യമുള്ള യാതൊരുവിധ സാധന സാമഗ്രികളും ആ സ്കൂളിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, എക്സാംസ് പ്രോപ്പർ ആയിട്ട് നടത്തുന്നില്ല, വാല്യുവേഷൻ പ്രോപ്പർ ആയിട്ട് നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും ഒരു ലോഡ് ബുദ്ധിയുള്ള കുട്ടിയുടെ ഇന്റലിജൻസ് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആ സ്കൂള്, ആ ഒരു എൻവയോൺമെന്റ് ആ കുട്ടിക്ക് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ? കാര്യമില്ല അല്ലെ. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഉള്ള ഇന്റലിജൻസ് പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോ പ്യുവർലി ആ ഒരു ഹെറിഡിറ്ററി മാത്രമല്ല, എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ആണ് ഇന്റലിജൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇനി നേരെ തിരിച്ച് നമുക്കൊന്ന് ആലോചിക്കാം കേട്ടോ. അതായത് ഒരു ആവറേജ് ഐക്യുള്ള അച്ഛനമ്മയ്ക്കും ജനിച്ച ഒരു ആവറേജ് ഐക്യുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. ആ കുട്ടിക്ക് കൊടുക്കുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് നല്ലൊരു സ്കൂളും ആ കുട്ടിയെ ഡെയിലി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ലൈബ്രറി, ലാബ് സംവിധാനങ്ങളുള്ള, കുട്ടിയുടെ പഠനത്തെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ ആ കുട്ടിക്ക് ഉള്ള ഇന്റലിജൻസ് ആ കുട്ടിക്ക് നന്നായിട്ട് പുറത്തോട്ട് എടുക്കുവാനും അത് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ബോത്ത് ജെനറ്റിക്സും അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഇന്റലിജൻസിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്റലിജൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോ അതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഫിസിക്കൽ കണ്ടീഷൻ. ഓക്കെ, നമുക്കറിയാം നമ്മൾക്ക് മുൻപിൽ ഇരിക്കുന്ന 30 കുട്ടികൾ പല രീതിയിലുള്ള ഫിസിക്കൽ കണ്ടീഷനുള്ള കുട്ടികളായിരിക്കും അല്ലെ. ചില കുട്ടികൾ ഭയങ്കര പൊക്കമുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, ചില കുട്ടികൾ ഷോർട്ട് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, ചില കുട്ടികൾക്ക് ഭയങ്കര ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ ഭയങ്കര കൂടുതലുള്ള കുട്ടികൾ ഉണ്ടാവും, ചിലവർക്ക് ഭയങ്കര എനർജി ലെവൽ കുറവുള്ള കുട്ടികൾ ഉണ്ടാകും അല്ലെ. അപ്പോ നമ്മൾക്ക് മുന്നിലിരിക്കുന്ന ഓരോ കുട്ടികൾക്കും പല രീതിയിലുള്ള ഫിസിക്കൽ കണ്ടീഷൻ ആണെന്ന് ആസ് എ ടീച്ചർ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഒരു കുട്ടിക്ക് നമ്മൾ ഒരു ടാസ്ക് ഒക്കെ കൊടുത്തിട്ട് ചില കുട്ടികൾ ഭയങ്കര ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ചില കുട്ടികൾ ഭയങ്കര ലോ ആയിട്ട് ശരീരം അനങ്ങാത്ത രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൽ നിന്നും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല, ആസ് എ ടീച്ചർ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്, അവര് നമ്മളെ അനുസരിക്കുന്ന കുട്ടികളാണ്. ഇങ്ങനെ ലോ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അല്ലെങ്കിൽ പെർഫോം ചെയ്ത കുട്ടികൾ നമ്മളെ തീരെ അനുസരിക്കാത്ത കുട്ടികളാണെന്നൊന്നും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അവരുടെ ഫിസിക്കൽ കണ്ടീഷനിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കാണിക്കുന്നത് കൊണ്ടാണ് അവരുടെ ആ ഒരു ആക്ടിവിറ്റി ലെവലിൽ വ്യത്യാസം ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പോ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ മാത്രമല്ല കേട്ടോ നമ്മൾ പറയാം, ചില കുട്ടികൾക്ക് കാഴ്ച പരിമിതി ഉണ്ടാകും, കേൾവി ശക്തി കുറവുള്ള കുട്ടികൾ ഉണ്ടാകും. അപ്പോ അത്തരത്തിലുള്ള കുട്ടികളുടെ നീഡ്സിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ അത്തരത്തിലുള്ള കുട്ടികള് നമ്മളുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവരെ ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിരുത്തിയിട്ട് വേണം നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ അവരുടെ നീഡിനെ
ആസ് എ ടീച്ചർ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അവർക്കും നന്നായിട്ട് കേൾക്കാനും നന്നായിട്ട് കാണാനും ഒക്കെ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇനിയിപ്പോ കാലിന് വയ്യാത്ത ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം, നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്നത് 3-ാം നിലയിലാണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ ആ ടോപ്പിലേക്ക് എത്തിക്കാനുള്ള, 3-ാം നിലയിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം സ്കൂള് കാണേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ അതിനനുസരിച്ചിട്ട് ആ കുട്ടിയുടെ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ക്ലാസ് റൂമിന്റെ സ്ഥാനം മാറ്റുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സ്കൂള് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ കുട്ടിയുടെയും ഫിസിക്കൽ കണ്ടീഷൻ വ്യത്യാസമാണ്, അതിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ ഓരോ കുട്ടിയുടെയും ഫിസിക്കൽ കണ്ടീഷൻ ആസ് എ ടീച്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ടീച്ചിങ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ ഫിസിക്കൽ കണ്ടീഷൻ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ ഒരു ഹെറിഡിറ്ററി ബേസ് ആണ് കേട്ടോ നമ്മൾ പറയാറുള്ളത്. ഹെറിഡിറ്ററി ബേസിൽ വരുന്ന കാര്യമാണ്. നമുക്ക് അച്ഛനും അമ്മയിൽ നിന്നും നമ്മുടെ പാരന്റ്സ് എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ജീൻസ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, കൂടുതലും ഒരു ഹെറിഡിറ്ററി ബേസ് ആണ്, പക്ഷെ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസും വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു എന്താ പറയാ പക്ക എൻവയോൺമെന്റൽ ആണ്, പക്ക ഹെറിഡിറ്ററി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും കൂടുതൽ റിസർച്ചസും ഹെറിഡിറ്ററി ആണ് ഫിസിക്കൽ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹെറിഡിറ്ററിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സ്പെഷ്യൽ ടാലന്റ്. മിക്കവാറും നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് കേട്ടോ ഇത്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സ്പെഷ്യൽ ടാലന്റ്. നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ 30 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 30 കുട്ടികളിലും അവർക്ക് യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ടാലന്റ് ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകും. ഓക്കെ, ഇപ്പോ 100-ൽ 100 മാർക്ക് വാങ്ങുന്ന കുട്ടി മാത്രമാണ് ടാലന്റഡ് എന്ന് വിചാരിക്കുമ്പോ ആസ് എ ടീച്ചർ നമ്മൾക്ക് അവിടെ തെറ്റുപറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 100-ൽ 10 മാർക്ക് വാങ്ങുന്ന എന്നാൽ നന്നായിട്ട് പാട്ട് പാടാൻ പറ്റുന്ന കുട്ടിയും ടാലന്റഡ് ആണ്. അതുപോലെ തന്നെ സ്പോർട്സിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന കുട്ടി ടാലന്റഡ് ആണ്. നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയുന്ന കുട്ടി ടാലന്റഡ് ആണ്. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള കുട്ടി ടാലന്റഡ് ആണ്. നന്നായിട്ട് സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന, മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന കുട്ടികൾ ടാലന്റഡ് ആണ്. സോ ഈ ടാലന്റ് എന്ന് പറയുന്നത് അക്കാഡമിക് ആസ്പെക്റ്റിലേക്ക് മാത്രം ആസ് എ ടീച്ചർ നമ്മൾ ഒതുക്കാൻ പറ്റില്ല, നമ്മൾ ഒതുക്കാൻ പാടില്ല. ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത രീതിയിലുള്ള ആപ്റ്റിറ്റ്യൂഡും ടാലന്റും ആയിരിക്കും ഉണ്ടാവേണ്ടത്. അപ്പോ അവരുടെ ആ ഒരു നീഡിനെ, സ്പെഷ്യൽ ടാലന്റ് നമ്മൾ ഓരോ കുട്ടിയിലും കണ്ടെത്തി അവരുടെ ആ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ടാലന്റിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആസ് എ ടീച്ചർ നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പഠിക്കാൻ അറിയുന്ന കുട്ടി മാത്രം, അല്ലെങ്കിൽ നന്നായിട്ട് എക്സാമിന് പെർഫോം ചെയ്യുന്ന കുട്ടി മാത്രമാണ് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടി എന്ന് ആസ് എ ടീച്ചർ നമ്മൾ വിചാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തതാണ് ജെൻഡർ. ഈ ജെൻഡർ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. അതായത് ജെൻഡർ വെച്ചിട്ട് നമ്മൾക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുക എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോ ഒരു ജെൻഡർ ഇക്വാലിറ്റിയുടെ ബേസിസിലൂടെയൊക്കെയാണ് നമ്മളിപ്പോ കാര്യങ്ങളെ കാണുന്നതും നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ. അപ്പോ ക്ലാസ്സിൽ ഒരു മെയിലും ഫീമെയിലും തമ്മിൽ എന്തൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാകും എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് നമുക്ക് പറയാം. അതായത് എന്താ ബോയ്സിനാണോ ഇന്റലിജൻസ് കൂടുതൽ, ഗേൾസിനാണോ ഇന്റലിജൻസ് കൂടുതൽ, ആരാണ് ഏറ്റവും കൂടുതൽ പഠിക്കുക, ആരാണ് കുറച്ച് എഫേർട്ട് എടുക്കുക എന്നൊക്കെ നമ്മൾക്ക് അങ്ങനെ എന്താ പറയാൻ പറ്റില്ല. ഭയങ്കര സെൻസിറ്റീവ് ടോപ്പിക് ആണ്. പക്ഷെ നമ്മൾക്ക് വേണമെങ്കിൽ ഫിസിക്കൽ കണ്ടീഷന്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ. നമ്മൾ പറയാറുണ്ട് ബോയ്സിനാണ് കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി, ആ ഒരു എനർജി ലെവൽ, ആ ഒരു ഫിസിക് കൂടുതലായിട്ടും ബോയ്സിനാണ് നമ്മൾ കമ്പാരിറ്റീവ്ലി പറയാറുണ്ട്. കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് നമ്മൾക്ക് അങ്ങനെ നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഈ ഒരു ടോപ്പിക് നമ്മൾക്ക് അധികം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, കുറച്ചും കൂടെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട്. സോ ജെൻഡർ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാണപ്പെടുന്ന ഒരു ഏരിയ ആണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ദെൻ ഏജ് ആണ് അടുത്തത്. ഏജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊരു ഡെവലപ്മെന്റൽ സ്റ്റേജിലാണോ ഒരു കുട്ടി, അല്ലെങ്കിൽ ഏതൊരു ഏജിലാണോ കുട്ടിയുള്ളത്, അതിനനുസരിച്ചിട്ട് കുട്ടികളിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കാണപ്പെടുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ 1-ാം ക്ലാസ്
നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, 1ാം ക്ലാസ്സിൽ 2 കുട്ടികളെ ചേർത്തു കേട്ടോ. ഒരു കുട്ടിയെ ഭയങ്കര ലേറ്റ് ആയിട്ട് ചേർത്തു, അതായത് ഒരു 7 വയസ്സിലൊക്കെയാണ് 1ാം ക്ലാസ്സിൽ ആ കുട്ടിയെ ചേർത്തിയത്. ഒരു കുട്ടിയെ ഭയങ്കര നേരത്തെ ചേർത്തി, ഒരു 5 വയസ്സിൽ 4.5 വയസ്സിലൊക്കെ ആ കുട്ടിയെ ചേർത്തി എന്ന് വിചാരിക്കാം. ഇവർ രണ്ടുപേരെയും 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തി. ഇവർക്ക് രണ്ടുപേർക്കും ഒരു സെയിം കാര്യം പറഞ്ഞു കൊടുക്കാണ്. തീർച്ചയായിട്ടും എന്താ 7 വയസ്സുള്ള ആ കുട്ടി നല്ല രീതിയിൽ പഠിച്ചെടുക്കാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. 4.5 വയസ്സുള്ള അല്ലെങ്കിൽ 5 വയസ്സുള്ള കുട്ടി അത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത ഇല്ല. കാരണം അവരുടെ ഏജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവർ ഏതൊരു ഡെവലപ്മെന്റൽ സ്റ്റേജിലാണോ ഉള്ളത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ 5 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, അത് പഠിച്ചെടുക്കാനുള്ള ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, ആ കുട്ടിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് അത്രേ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഈ ഏജ് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ടീച്ചിങ് എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഒരു ലേണിംഗ് എൻവയോൺമെന്റിൽ. ഇനിയിപ്പോ നമ്മളുടെ ഇപ്പൊ ഒരു ഡിഗ്രി ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു മിക്സ്ഡ് ആയിട്ട് ഒരു പോപ്പുലേഷൻ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതായത് അഡോളസന്റ് ലേണേഴ്സും ഉണ്ടാവും, അഡൽട്ട് ലേണേഴ്സും ഉണ്ടാകും. ഒരു മിക്സ്ഡ് പോപ്പുലേഷൻ ആയി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ക്ലാസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഈ അഡോളസന്റ് ആയിട്ടുള്ള ലേണേഴ്സ് ചിലപ്പോ ആ പ്രശ്നത്തെ ഭയങ്കരമായിട്ട് പെരുപ്പിച്ച് ഭയങ്കരമായിട്ട് കുളമാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അഡൾട്ട് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോ ആ ഒരു ഇഷ്യൂ ഇങ്ങനെ പൊട്ടെ പുല്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിവിട്ട് കളയും. ഭയങ്കരമായിട്ട് അലമ്പാക്കാതെ ഇങ്ങനെ എന്താ അതിനെ ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് അല്ലെങ്കിൽ അവരുടെ ഏജിലുള്ള ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൊണ്ടാണ്. ഓക്കെ, അതായത് നമ്മൾക്കറിയാം അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താ ഇമോഷണലി മെച്ചുവേർഡ് അല്ലാത്ത ഒരു സ്റ്റേജ് ആണ്. ഭയങ്കര ഇമ്പൾസിവിറ്റി, മൂഡ് സ്വിങ്സിന്റെ ഒക്കെ ഒരു സ്റ്റേജ് ആണ്. സോ അവരിൽ നിന്നും അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം കുറച്ചുകൂടി ഇമോഷണൽ കൺട്രോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. സോ അത്തരത്തിലുള്ള ഒരാളുകളിൽ നിന്നും ആ ഒരു ബിഹേവിയർ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാകും എന്നുള്ളത് ആസ് എ ടീച്ചർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പോ അഡോളസന്റ് ആയിട്ടുള്ള ഒരു കുട്ടി മോശമായിട്ട് ബിഹേവ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിയെ തന്നെ നമ്മൾ മോശമാക്കി പറയാൻ പാടില്ല. അത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്, അവരുടെ ഏജ് കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളത് അങ്ങനത്തെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. 2 കാര്യങ്ങളുടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. 2 ഘടകങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്തതാണ് എഫേർട്ട് മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എഫേർട്ട് മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ഇടുന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന എഫേർട്ട് എത്രത്തോളമാണ്, അതില് ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാണുന്നു എന്നുള്ളതാണ്. ചിലർക്ക് ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ ടൈം എടുക്കും. സെയിം കാര്യം തന്നെ ചില ആളുകൾക്ക് പഠിക്കാൻ വളരെ കുറച്ച് ടൈമേ എടുക്കുന്നുള്ളൂ. അത് ഒരാൾക്ക് ഒരു ടീമിന് വളരെയധികം ബുദ്ധി ഉള്ളത് കൊണ്ടോ മറ്റേ ടീമിന് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടോ അല്ല. അവർക്കുള്ള എഫേർട്ട് മേക്കിംഗ് കപ്പാസിറ്റിയിൽ അവർക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ്. നമ്മൾക്ക് തന്നെ അറിയാം, ചിലപ്പോ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാകും, ചിലപ്പോ നമ്മളായിരിക്കും ഫുൾ ഇങ്ങനെ പുസ്തകത്തിൽ നോക്കി ഫുൾ ടൈം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ നമ്മളുടെ ക്ലാസ്സിൽ പഠിപ്പി എന്നൊക്കെ പേര് വന്നിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ അവര് ഫുൾ ടൈം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, അവർക്ക് എക്സാമിന് നല്ല മാർക്കൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കാം. അവരുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യും, ഹോംവർക്ക് ഒക്കെ ചെയ്യും, പിന്നെ പുസ്തകം അടച്ചു വെക്കും, പിന്നെ എക്സാമിന് തലേദിവസം പഠിക്കും. അവർക്ക് ചിലപ്പോ ഈ കുട്ടിയുടെ സെയിം മാർക്കോ അല്ലെങ്കിൽ ഈ കുട്ടിയേക്കാളും കുറച്ച് മുകളിലുള്ള മാർക്കോ ഉണ്ടാകും. ചിലപ്പോ നമ്മളൊക്കെ പറയും അല്ലെ, നീ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചൂലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം? അവരുടെ എഫേർട്ട് മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കാം. അതായത് അവർക്ക് അത്ര കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതിയാകും ആ ഒരു കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ. ചില ആളുകൾക്ക് ചില കാര്യം കിട്ടാനായിട്ട് ഒരു 2 മണിക്കൂർ പഠിക്കണം എന്നുണ്ടെങ്കിൽ മറ്റു ചില ആളുകൾക്ക് ചിലപ്പോ ഒരു 10 മിനിറ്റ് ഒക്കെ പഠിച്ചാൽ മതിയാകും. അത് അവരുടെ എഫേർട്ട് മേക്കിംഗ് കപ്പാസിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അപ്പൊ എഫേർട്ട് മേക്കിംഗ് കപ്പാസിറ്റിയിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാകും എന്നുള്ളത് ആസ് എ ടീച്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ആസ് എ ടീച്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജെനറ്റിക് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഇൻഫ്ലുവൻസ് കൂടുതൽ റിസർച്ചും ഒരു ഹെറിഡിറ്ററി ഇൻഫ്ലുവൻസസ് കൂടുതൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതിന് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ പറയുന്നതൊക്കെ ഹെറിഡിറ്ററി ബേസിസിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എഫേർട്ട് മേക്കിംഗ് കപ്പാസിറ്റി മനസ്സിലായില്ലേ?
ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി നന്നായിട്ട് ഇരുന്ന് പഠിക്കുന്നു, ആ കുട്ടിയുടെ ക്ലാസ്സിൽ ഉള്ള വേറൊരു കുട്ടി ഇങ്ങനെ കളിച്ചു നടക്കുന്നു. അപ്പൊ എന്താ പറയാ, നീ ഇങ്ങനെ കളിച്ചു നടന്നോ, നിന്റെ ക്ലാസ്സിൽ തന്നെ അല്ലേ ഇവൻ കുത്തിയിരുന്ന് പഠിക്കുന്നത് കണ്ടോ? ചിലപ്പോ ഇവനേക്കാൾ മാർക്ക് ആ കുട്ടിക്ക് ഉണ്ടാകും. ആ കുട്ടിക്ക് എഫേർട്ട് മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ കുട്ടിയേക്കാളും എന്താ കുറവ് മതിയാകും. അതായത് കുറവ് എഫേർട്ട് എടുത്താൽ മതിയാകും ആ ഒരു കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോ നമ്മൾ കുട്ടികളെ ജഡ്ജ് ചെയ്യുമ്പോൾ എഫേർട്ട് മേക്കിംഗ് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ കുട്ടികൾക്കിടയിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കണം എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ക്രിമിനൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഒരു കുട്ടി എത്രത്തോളം ഒരു ക്രിമിനൽ ബിഹേവിയർ കാണിക്കുന്നു, ക്രിമിനൽ ടെൻഡൻസി ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയുന്നത് ക്രിമിനൽ ടെൻഡൻസി ഒരു എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസസ് ആയിട്ടാണ് അല്ലെ പറയാറുള്ളത്. അതായത് ഒരു ക്രിമിനൽ ബിഹേവിയറിലുള്ള അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന ഒരു കുട്ടി ക്രിമിനൽ ടെൻഡൻസി കാണിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ കുട്ടിക്ക് ക്രിമിനൽ ടെൻഡൻസി ഉണ്ടാകും എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. പക്ഷേ ക്രിമിനൽ ടെൻഡൻസിക്ക് ഒരു ഹെറിഡിറ്ററി ബേസ് കൂടുതലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ജീൻ വഴി കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രവണതയാണ് ക്രിമിനൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അഗ്രഷൻ എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട്. ഈ അഗ്രഷൻ ജീന് പാരന്റ്സിൽ നിന്നും ജീൻ വഴി പാസ് ചെയ്യുന്നത് കുട്ടിക്ക് ക്രിമിനൽ ടെൻഡൻസി കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ക്രിമിനൽ ടെൻഡൻസിയെ ഈ ഒരു ഹെറിഡിറ്ററി ഇൻഫ്ലുവൻസസിന്റെ അണ്ടറിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ക്രിമിനൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോ ഒരു കുട്ടി ഇതുപോലത്തെ ബിഹേവിയർ ക്ലാസ്സിൽ കാണിക്കുവാണെങ്കിൽ ആസ് എ ടീച്ചർ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ആ കുട്ടിയെ ഗൈഡ് ചെയ്യാനും ആ കുട്ടിയെ നേർവഴിക്ക് നടക്കാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ ഹെറിഡിറ്ററി ഇൻഫ്ലുവൻസസിൽ വരുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇപ്പൊ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ഹെറിഡിറ്ററി ഇൻഫ്ലുവൻസസിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസിൽ ഇനി അടുത്ത ദിവസമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്താണെന്ന് മനസ്സിലായോ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മുന്നിൽ ഇരിക്കുന്ന 30 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 30 കുട്ടികളും പല പല ആസ്പെക്ട്സിൽ യുണീക്ക് ആയിരിക്കും, വ്യത്യസ്തതകൾ കാണിക്കും എന്നുള്ളതാണ്. ഒരാള് എങ്ങനെയായിത്തീരണം, എന്ത് പേഴ്സണാലിറ്റി ആയി തീരണം എന്നുള്ളതിനെ നിർണ്ണയിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെറിഡിറ്റിയും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻവയോൺമെന്റും. ഹെറിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് ജീൻ വഴി ബയോളജിക്കലി കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ അച്ഛനമ്മമാരിൽ നിന്ന് നമ്മൾക്ക് ജീൻ വഴി കിട്ടുന്ന കാര്യങ്ങളാണ്. എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മളിൽ മോൾഡ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. ഇത് രണ്ടും നമ്മൾ ആരായിത്തീരണം, എന്തൊരു ബിഹേവിയർ കാണിക്കണം എന്നുള്ളതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിൽ ഹെറിഡിറ്ററി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കാണുന്ന ഫാക്ടേഴ്സ് ആണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പൊ ക്ലിയർ ആണോ? സെറ്റ് ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നു, സെറ്റ് ആയിരുന്നു, ഡൗട്ട്സ് ഒന്നുമില്ല, ക്ലിയർ ആണ്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി കൂടി എടുത്തിട്ട്, അതായത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കൂടി എടുത്തിട്ട് നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.